വെള്ളം ഇങ്ങനെ കൊള്ളൂലാണ്ട് വന്നിട്ട് കടയിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം പുറത്തുനിന്ന് മേടിച്ചാൽ ഞങ്ങൾ കുടിക്കുകയും കഞ്ഞിക്കൊക്കെ ഇടുകയൊക്കെ ചെയ്യണത്. മഞ്ഞ വെള്ളമാണ്, അതിൽ കൃമി അതും ഇതുമൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ജ്യൂസ് അല്ല, കുടിവെള്ളമാണ്. ഈ വെള്ളം കുടിക്കാനോ കുളിക്കാനോ അലക്കാനോ പോലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ എറണാകുളം കുമ്പളം തറമശ്ശേരി സ്വദേശികൾക്ക് 1 മാസക്കാലമായി ഈ വെള്ളമാണ് കുടിവെള്ളമായി ലഭിക്കുന്നത്. നമ്മുടെ സിസ്റ്റം തകരാറിലാണ് എന്നതിൻ്റെ മറ്റൊരു നേർക്കാഴ്ച കൂടിയാണ് ഇവിടുത്തുകാരുടെ ദുരിതം. ഇവിടെ ഞങ്ങൾ മെമ്പർമാരൊക്കെ ഇവിടെ ഞങ്ങളുടെ വോട്ടും ചോദിച്ച് വരികയല്ലാണ്ട് ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കുക പിടിക്കുക എന്താണെന്ന് അറിയാൻ പാടില്ല. എല്ലാവരും വെള്ളത്തിലും അതിലും ഇതിലൊക്കെ കിടന്ന് നീന്തിയൊക്കെയാണ് പോണതും വന്നതൊക്കെ. എനിക്ക് വെള്ളം കുടിച്ചപ്പോൾ തോന്നിയതൊരു കയ്പ്പായിരുന്നു, ഉപ്പ് രസം ഉണ്ടായിരുന്നു. പിന്നെ തണുത്ത വെള്ളത്തിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര ചവർപ്പാണ്. ഞങ്ങളിപ്പോൾ എൻ്റെ മാമൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ചായയൊക്കെ വെച്ചത്, ആ വെള്ളത്തിലാണ് വെച്ചത്. ഇപ്പോൾ സംസ്ഥാനത്ത് നമുക്കറിയാം, മഴക്കാലത്ത് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വരുന്ന വെള്ളം ഒന്ന് അതിൻ്റെ കളർ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. മഞ്ഞ കളറായ വെള്ളമാണ്. ചെറിയ പിള്ളേരും രോഗമായ ആളുകളൊക്കെ ഈ പ്രദേശത്തുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അവരെല്ലാം കാശ് കൊടുത്ത് വാട്ടർ അതോറിറ്റിക്ക് വെള്ളത്തിൻ്റെ പൈസ കൊടുക്കുമ്പോൾ തന്നെ മിനറൽ വാട്ടർ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. ഈ വിഷയം കുറേ നാൾ മുമ്പ് AXയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവർ ആ AX അവിടുത്തെ ഡയറിയിൽ എഴുതി വെച്ചതെന്നല്ലാതെ പിന്നീട് അവർ ഇതിനോട് നടപടി എടുത്തിട്ടില്ല. കുടിവെള്ള ക്ഷാമത്തിനെ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പിൽ വാർഡ് മെമ്പറായ 1-ാം വാർഡ് മെമ്പർ ജോളി ഭവത്തിന് ഒരു മെസ്സേജ് ഞാൻ അയക്കുകയുണ്ടായി. അതിന് റീപ്ലൈ ആയിട്ട് നമുക്കൊന്നും ഇങ്ങോട്ട് പറഞ്ഞില്ല. മെമ്പറെ, ഞാൻ ജാഫറാണ്. അപ്പൊ ഇത് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ അവര് നാളെ 10 മണിയാകുമ്പോ പോകാനിരിക്കുകയാണ് തൃപ്പൂണിത്തുറക്ക് കേട്ടാ. അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഒന്ന് കൈകാര്യം ചെയ്യണം കേട്ടാ. അവർക്ക് നമ്മുടെ എല്ലാവരുടെയും കൂടി പ്രശ്നമാണ് കേട്ടാ. AEയോടും AXയോടും ഒക്കെ ചെന്ന് വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും വാട്ടർ അതോറിറ്റി ചെയ്യാമെന്ന് പറഞ്ഞല്ലാതെ അത്ര നിലപാടിലേക്ക് വാട്ടർ അതോറിറ്റിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും മോശപ്പെട്ടൊരു വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രദേശം ഈ പഞ്ചായത്തിൽ വേറെയില്ല. പൈപ്പ് വെള്ളം എടുക്കണത് ഒരു വണ്ടിക്ക് 900 രൂപ കൊടുക്കണം. അത് ആഴ്ചയിൽ 3 പ്രാവശ്യം ആയിട്ടാണ് ഞങ്ങൾ എടുക്കണ വെള്ളം, ഒരു ജാറ വെള്ളം. അത് എല്ലാം കൊണ്ട് തികയണമില്ല. പിന്നെ ഈ മഴവെള്ളം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞാനൊരു ക്യാൻസർ രോഗിയാണ്, ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതോറിറ്റിയിൽ ഞങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഞാനും എൻ്റെ മകളൊക്കെ കൂടി പോയി. ഇപ്പം തരാം എന്ന് പറഞ്ഞു. പിന്നെ ഇതൊന്ന് ശരിയാക്കി തരാം. ഞങ്ങൾ 5 വീട്ടുകാരുണ്ട്. 24,000 രൂപയാണ് കരാറുകാരൻ ചോദിച്ചത്. മേലൊക്കെ ആകെ ഇത് കണ്ട ചൊറിയും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കൊണ്ട് ഈ പരിസരത്ത് വയസ്സായ ആൾക്കാർ കൊണ്ട് എല്ലാവരും ചൊറിച്ചിലും വന്ന് ആകെ പച്ചവിടാവും. 2 വയസ്സന്മാരെ എവിടെയുള്ളൂ. ഞങ്ങൾക്ക് വെള്ളം മേടിക്കാനുള്ള പണിയും ഇല്ല, കാശുമില്ല. എങ്കിലും ഇത് കഴിക്കാണ്ട് എന്ത് എടുത്തു വെച്ചിട്ട് തെളിയുമ്പോൾ കഴിക്കും. അല്ലാണ്ട് എന്ത് ചെയ്യാനായിട്ട് വെള്ളം മേടിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണ്. കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ ആളുകളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. 10-20ഓളം കുടുംബങ്ങളിൽ കുറേ വർഷങ്ങളായി ഇവിടുത്തെ ശുദ്ധജലക്ഷാമത്തിൻ്റെ രൂക്ഷത വളരെയാണ്. ഒരു ഘട്ടത്തിൽ വെള്ളമില്ലാതെ വരികയും ഞങ്ങളെല്ലാവരും വാട്ടർ അതോറിറ്റി പോയി സമരമൊക്കെ നടത്തി. അതിനുശേഷം കുറച്ച് വെള്ളം വന്നു, പിന്നീട് വീണ്ടും അത് ഇല്ലാതാകുകയാണ്. ഒരുപാട് കുഞ്ഞുകുട്ടികളും എല്ലാവരും വെള്ളം നീന്തി അഴുക്ക് വെള്ളമാണ്, ചേറ് വെള്ളമാണ്. വന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ള അഴുക്ക് വെള്ളമാണ്. വയസ്സന്മാരുണ്ട്, അതിൽ കുഞ്ഞു കുട്ടികളെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ജീവിതം ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു ജീവിതമാണ്. ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരാറില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ SC വിഭാഗക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നായ കുടിവെള്ളം ഉറപ്പുവരുത്തേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെട്ടു എന്നതാണ് കാണിക്കുന്നത്. ഇനിയെങ്കിലും അവർ കണ്ണു തുറക്കട്ടെ.
നടപടിയെടുക്കട്ടെ.